കാല് മുതൽ തല വരെ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു ലാപ്ടോപ്പ് കൊണ്ട് ഒരു നിമിഷം കൊണ്ട് അടിച്ച് കൊന്നൊന്നുമല്ലത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് വളരെ ബ്രൂട്ടലായിട്ട്, അത്രയും ബ്രൂട്ടലായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതുമാത്രമല്ല, അവരെ ഇൻവെസ്റ്റിഗേഷൻ അവിടെ നടന്ന സമയത്ത് ഞാനുണ്ടായിരുന്നു. അവിടെ ഇതിന് പോയ സമയത്തായിരുന്നു അതിന് അവർ അന്വേഷിക്കാൻ വന്നത്. അപ്പോൾ അവിടുത്തെ പിള്ളേർ പറഞ്ഞത് ഈ ചെക്കൻ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി, അതായത് ഈ ചെക്കൻ ഈ കുട്ടീനോട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി വളരെയേറെ പ്രാവശ്യം നിർബന്ധിക്കുക. അവിടെയുള്ള ആ പിള്ളേർ അത് കാണുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. അവൾ സമ്മതിച്ചില്ല. ഈ ലാസ്റ്റ് സമയത്തേക്ക് പിന്നെ എന്താ ഉണ്ടായെന്നൊന്നും ആർക്കും അറിയില്ല എന്നാണ് ആ പിള്ളേർ പറഞ്ഞത്. കാരണം അത് എന്നോടല്ല, അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോട് പറഞ്ഞാണ്. അവരത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതുപോലെ തന്നെ എംബസിയിൽ നിന്ന് ഇൻവെസ്റ്റിഗേഷൻ ആൾ വന്നിരുന്നു, അവരോട് അത് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ എന്താ പറയുക, അംബാസഡർ അവരും അറിഞ്ഞിട്ടുണ്ട് ഇതെല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെയാണ് സത്യത്തിൽ ഉണ്ടായിരുന്നത്. ഈ കൊലപാതകത്തിൻ്റെ കാരണം എന്താണെന്നുള്ളത്, ഇതിൻ്റെ മോട്ടീവ് എന്താണെന്ന് പറഞ്ഞാൽ കറക്റ്റ് അറിയില്ല. സത്യം പറഞ്ഞാൽ ഇതിനറിയില്ല എന്താണെന്നുള്ളത്. പക്ഷേ വളരെയേറെ ഉപദ്രവിച്ചിട്ടാണ് ഈ കുട്ടിയെ മോളെ കൊന്നിട്ടുള്ളത്. അതായത് ദേഹത്ത് മുറിവ് വരാത്തൊരു ഭാഗങ്ങൾ ഉണ്ടായിട്ടില്ല ശരീരത്തിൽ, അത്ര ഉപദ്രവിച്ചിട്ടുണ്ട്. ഈ റീപോസ്റ്റ്മോർട്ടം ആവശ്യപ്പെടാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ പോയിട്ട് നമുക്ക് ഇതിൻ്റെ കേസിൻ്റെതായ യാതൊരു കാര്യങ്ങളും കിട്ടുന്നില്ല. പക്ഷേ എംബസിയിൽ നിന്ന് നമുക്ക് വളരെ പോസിറ്റീവായിട്ട് അവർ ഒരുപാട് ഹെൽപ്പാണ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. എംബസിയിൽ നിന്നാണെങ്കിൽ നല്ലപോലെ ഹെൽപ്പ് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടുത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ അവിടുന്ന് ഇത് കേസ് ബലമുള്ളതാണ്, 10 കൊല്ലം 15 കൊല്ലമൊക്കെ അവർക്ക് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചില പുറത്തുനിന്ന് അങ്ങനെ കേട്ടതാണ്. ചിലപ്പോൾ പെട്ടെന്ന് പോരാ, അങ്ങനെയൊക്കെ ഒരു ഇത് വന്നത്. അങ്ങനെ വന്നാൽ ഒരു കാരണവശാലും ആ ചെക്കൻ രക്ഷപ്പെടരുത് എന്ന കാരണം കൊണ്ട് തന്നെയാണ് ഇവിടെ റീപോസ്റ്റ്മോർട്ടം ചെയ്ത് ഈ കേസ് ഇത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു. വലിയ സാമ്പത്തിക സ്ഥിതി ഉള്ളതാണ് ഈ പയ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ചെക്കൻ്റെ ഈ പയ്യൻ്റെ അച്ഛനും അമ്മയും എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു ഇതാണ്. ചെക്കൻ്റെ അച്ഛനും അമ്മയും ഇവിടുത്തെ കേരള ഗവൺമെൻറ്റിലെ ജീവനക്കാരാണെന്നാണ് കേട്ടത്. ചേട്ടനുള്ളത് ഡോക്ടറാണ്, അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ അവിടെ നിന്ന് കിട്ടിയ ഫസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഹെഡ് ഇഞ്ചുറി കൊണ്ടാണ് മരണം സംഭവിച്ചതെന്ന് മാത്രമാണ് അവർ വെച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്തുള്ള ഈ ബ്രൂസ് മാർക്സും ബ്രൂട്ടലി അവളെ അടിച്ചേക്കുന്ന മാർക്സിൻ്റെ ഒന്നും അവർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി വരുന്ന ഡീറ്റെയിൽ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്ന് നമുക്ക് അറിയത്തില്ല. അതായത് ആ റിപ്പോർട്ട് കിട്ടണമെങ്കിൽ 20 ദിവസം കഴിയണം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അവിടുത്തെ റിപ്പോർട്ട്, അതായത് നമുക്ക് ജസ്റ്റ് ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ അവിടെ നിന്ന് ഒരു റിപ്പോർട്ട് തന്നിട്ടുള്ളത്. ബ്ലഡ് തലയിൽ ക്ലോട്ടായിട്ടാണ് എന്നുള്ളത്. ഇവരെന്ന് പറഞ്ഞാൽ ഇവർ ഈ ചെക്കനാണെങ്കിലും ഈ നമ്മളെ മോളാണെങ്കിലും എല്ലാവരും ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരാണ്, ഒരേ ഹോസ്റ്റലിൽ താമസിക്കുന്ന പിള്ളേരാണ്. അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് അറിയില്ല. കാരണം അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോടും ആ പിള്ളേർ പറഞ്ഞതായിട്ട് അവർ പറഞ്ഞ ഒരു അറിവ് മാത്രമേ എനിക്കുള്ളൂ. ഇത് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോൾ എല്ലാവരുടെ പേര് ഞങ്ങൾ ഓർത്തിരിക്കണമെന്നില്ല. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ചിലപ്പോൾ വിളിക്കുന്ന സമയത്ത് എല്ലാവരും ഉണ്ടാവും, ക്യാമ്പസിലുണ്ടാവും. ചിലർ വരും, അപ്പോൾ ഹായ് ഏട്ടാ ഹായ് എല്ലാം പറഞ്ഞ് പോകാറുണ്ട്. അല്ലെങ്കിൽ ഈ ചെക്കൻ്റെ നമുക്ക് അത്ര കറക്റ്റ് ഓർമ്മ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പറയാൻ അറിയില്ല. ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നല്ലോ. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഇതിന് മുന്നേ. അതിന് അവിടെ ചെന്ന് മറ്റു കുട്ടികൾ പറഞ്ഞു തന്നെ ഇവർ എല്ലാവരും ഫ്രണ്ട്സാണ് എന്നുള്ളത് മാത്രമാണ് മറ്റു കുട്ടികൾ പറഞ്ഞിട്ടുള്ള ഒരു അറിവുള്ളൂ. അല്ലാണ്ട് വേറെ ഇതിനെക്കുറിച്ച് എനിക്ക് കാര്യമായിട്ടുള്ള അറിവൊന്നുമില്ല. അതിപ്പോൾ അവിടുത്തെ ഒരു കുട്ടികൾ പറഞ്ഞിട്ട് ഉള്ള ഒരു അറിവാണ്. കൊച്ചിൻ്റെ കണ്ണിൻ്റെ മുകളിൽ ഒരു ചെറിയ എന്തോ ഇത് തട്ടിയത്. അപ്പോൾ ഈ ചെക്കൻ ഉപദ്രവിച്ചതാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം അവിടെ ചെന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് വീട്ടുകാർക്ക് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവൊന്നുമില്ല. അതിനെക്കുറിച്ചൊന്നും ഒരു കാരണം കോളേജ് അധികൃതർ വന്നു, അവർ ജസ്റ്റ് എല്ലാവരും വന്നു, ഒരു എന്താ പറയുക സങ്കടം ഇത് പറഞ്ഞു, അവർ പോയി എന്നല്ലാണ്ട് അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു സഹായങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരുപാട് പേര്, അതാ ഞാൻ പറഞ്ഞത്. ഇക്കൊല്ലം 16,000 പേരോളാണ് അവരെടുത്ത് വെച്ചിട്ടുള്ളത്. ഇത്രയും പേർക്ക് താമസിക്കാനുള്ള റൂമില്ല. അത് തന്നെ ബാക്കിയുള്ളവരോടൊക്കെ ഹോസ്റ്റൽ വിട്ട് പുറത്ത്
താമസിച്ചോളാനാണ് പറയുന്നത്. മോളെന്നാ പോയത്? ഫസ്റ്റ് ഇയർ ആയിരുന്നു. ഫസ്റ്റ് ഇയർ ആണ്. കൊച്ചു ഇന്ന് ഇവിടെ തിരിച്ച് വരേണ്ട ആളാണ്. ടിക്കറ്റ് റിസർവ് ചെയ്ത് വെച്ചേക്ക് നിന്ന് വരാൻ വേണ്ടിയിട്ട്, അവധിക്ക് വേണ്ടിയിട്ട്. അതായത് റിപ്പീറ്റ് ചെയ്യുമായിരുന്നു MBBS. ഇത് ഫസ്റ്റ് ഇയർ സ്റ്റാർട്ടിങ് ആണ്. ഇവിടെ നമ്മൾ കിട്ടാൻ വേണ്ടി നോക്കിയിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് കിട്ടാത്തതുകൊണ്ട് പോയതാണോ? എക്സാംസ് എൻട്രൻസ് എഴുതിയിട്ട് പോയതാണ്. അവിടുത്തെ അന്വേഷണത്തിന്റെ ഗതി പറഞ്ഞാൽ അവർ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ജസ്റ്റ് ഈ ഒരു കാര്യങ്ങൾ മാത്രം ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങളും അപ്പം പറഞ്ഞതും പിന്നെ ഫോട്ടോസ് കാണിച്ചു തന്നു കൊച്ചിൻ്റെ. അതിൽ ഇന്ന പോലെയാണ് ഉപദ്രവിച്ചിരിക്കുന്നത്, വളരെ ബ്രൂട്ടലായിട്ടാണ് ഉപദ്രവിച്ച് കൊന്നിട്ടുള്ളതെന്ന് അവർ പ്രത്യേകം എന്നോട് പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇയാൾ രക്ഷപ്പെടരുത്, അതിനൊരു ചാൻസും കൊടുക്കാൻ പാടില്ല എന്നാണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്നോട് പറഞ്ഞത്. അതിനെക്കുറിച്ചൊന്നും എനിക്ക് കറക്റ്റായിട്ടൊന്നും അറിയില്ല. കാരണം നമ്മളൊക്കെ അവിടെ പരിമിതികളുണ്ട് നമുക്ക് അവിടെ പോയിട്ട്. നമ്മൾ കുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു ഇതാണ് നമ്മൾ മാക്സിമം നോക്കിയത്. അതിന് തന്നെ ഈ ഒരുപാട് പേപ്പർ വർക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ പിന്നാലെ നമുക്ക് പരിചയമില്ലാത്ത നാട്, അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അവിടുത്തെ അവർ കുറേ ഏജൻസിക്കാർ നല്ലോണം സഹായിച്ചു തന്നു. പിന്നെ ഇവിടുന്ന് രമേശ് ചെന്നിത്തല സാറിൻ്റെ ഇതും വേണുഗോപാൽ സാറിൻ്റെ അടുത്തുനിന്നും ഒരുപാട് സഹായം ഉണ്ടായി. അതുപോലെ തന്നെ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അതായത് ഏജൻസികൾ ഡൽഹി വരെ ആക്കി തന്നിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു സുനിൽ സാറ്, സാറ് വരുന്നത് സതീഷ്, അങ്ങനെ ഒരുപാട് പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഇതിൽ. ഈ പെൺകുട്ടിയുടെ നമ്മുടെ മോളുടെ കൂട്ടത്തിലായിരുന്നു ഇയാൾ പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്കും ഈ സഹപാഠികൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു, ഈ അപകടം ഉണ്ടായ ശേഷം എന്താ അവിടെ ഉണ്ടായെന്ന് അങ്ങനെ വല്ലതും പറഞ്ഞിരുന്നു? കുട്ടികളൊന്നും അധികം ആരും ഒന്നും പറയുന്നില്ല. ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം ഇപ്പോൾ അവിടെ വിസയ്ക്ക് എന്തൊക്കെയോ നിയമങ്ങൾ അവർ വരുത്തിയിട്ടുണ്ട്. രാത്രി ആയി കഴിഞ്ഞാലോ അല്ല ഒരു സമയം കഴിഞ്ഞാലോ പിള്ളേരെ റോഡിലോ സൈഡിലോ നിർത്താനോ റോഡിലോ സൈഡിലോ ഒന്നും നിൽക്കാൻ അവർ സമ്മതിക്കില്ല. പോലീസ് ഞാനത് കണ്ടു. അവിടുന്ന് പോലീസ് എല്ലാവരെയും ഒഴിഞ്ഞു പോകാൻ നിൽക്കുക. അതുപോലെ തന്നെ ലീവ് സ്റ്റാർട്ട് ആയതിനെ കൊണ്ട് എങ്ങനെയെങ്കിലും എല്ലാവരോടും കയറി പോയിക്കോളാനാണ് പറയുന്നത് നാട്ടിലേക്ക്. പെട്ടെന്ന് ലാപ്ടോപ്പ് ഉപയോഗിച്ച് പെട്ടെന്നുള്ള പ്രകോപനത്തിന് അടിച്ചു എന്ന രീതിയിലാണ് അവിടെ നിന്നുള്ള അത് ആരാണ് അതങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. സംഭവം ലാപ്ടോപ്പ് വെച്ച് അടിച്ചു തന്നിട്ടൊരു ലാപ്ടോപ്പ് ഉണ്ട്. ഈ ലാപ്ടോപ്പ് വ്യക്തതയൊന്നുമില്ല. ലാപ്ടോപ്പ് പൊട്ടിയിട്ടുണ്ട്, പക്ഷെ അതൊരു വ്യക്തമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ഇല്ല, കണ്ടിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെയുള്ള അടുത്തുള്ള ആരോ കണ്ടിട്ടാണ് ഹെൽപ്പ് ചെയ്ത്. അതായത് ഈ കൊച്ചിനെ ഈ ഉപദ്രവിച്ച് കഴിഞ്ഞിട്ട് ഈ തൊട്ട് റൂമിൻ്റെ അപ്പുറത്തുള്ള ആരാണ് എന്താണെന്നൊന്നും എനിക്ക് കറക്റ്റ് ഒന്നും പറയാൻ അറിയില്ല. കാര്യം പറഞ്ഞാൽ അവിടെ നിന്ന് അത് നമുക്ക് അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവരും കൂടി ഹെൽപ്പ് ചെയ്തിട്ടാണ് ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ഈ ചെക്കൻ തന്നെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുള്ളത്. അവൻ പോലീസ് കസ്റ്റഡിയിൽ സമ്മതിച്ചിട്ടുണ്ട്, അവന്റെ കൈ കൊണ്ട് പറ്റിയതാണ്. അവനവിടെ സമ്മതിച്ചു. ഇന്നലെ അവനെ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി അവനാണ് ചെയ്തതെന്ന് സമ്മതിച്ചത്. എല്ലാം എന്നോട് സംസാരിച്ചിട്ടില്ല. എനിക്ക് സംസാരിക്കാൻ ഞാൻ അവസരം നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ പോലീസുകാർ സമ്മതിക്കുന്നില്ല. പോലീസ് സ്റ്റേഷനിലേക്ക് കയറാനും നമ്മളെ സമ്മതിക്കുന്നില്ല. ഈ അമ്മയോടോ മറ്റോ ഇതിനു മുൻപ് ഈ പെൺകുട്ടിയെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന ഒരു അമ്മയോടോ മറ്റോ വീഡിയോകളൊക്കെ ചെയ്യാറുണ്ടായിരുന്നല്ലോ. അപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഉപദ്രവിക്കാറുള്ള വിവരം? അങ്ങനെയൊന്നും പറഞ്ഞ് അറിവില്ല എനിക്ക്. അങ്ങനെയൊന്നും പറഞ്ഞ് ഇതുവരെ കേട്ടിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഇതിന് മുന്നേ പോയിട്ട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു ഞങ്ങൾക്ക്. നിയമ നടപടികളിലേക്ക് നിങ്ങൾ നീങ്ങുന്നുണ്ടോ? ഏതെങ്കിലും രീതി അത്തരം നമ്മളിവിടെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ എംബസിക്ക് നമ്മൾ റിക്വസ്റ്റും അയച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ട്രയൽ, അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ട്രയൽ ചെയ്യണം എന്നുള്ള നമ്മൾ റിക്വസ്റ്റ് ആപ്ലിക്കേഷനും സെൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി പിന്നെ എംബസിയും ഗവൺമെൻറ്റും ത്രൂ ആണ് ബാക്കിയെല്ലാം ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പം മിനിസ്റ്റേഴ്സ് ഇൻവോൾവ് ആയതുകൊണ്ട് ഒരു ശരിയായിട്ടുള്ള ഒരു നടപടി എടുക്കും, അല്ലെങ്കിൽ സ്റ്റെപ്സ് എടുക്കും എന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ഹരിപ്പാട്.